വരുന്ന ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമുള്ളതാണോ? തീർച്ചയായും, കാരണം യാഥാർത്ഥ്യം എന്നതിനപ്പുറത്തേക്ക് ചോദിക്കേണ്ട കാര്യമില്ലെങ്കിലും അതിനപ്പുറത്തേക്ക് ക്രൂരമായ പീഡനങ്ങളാണോ ഈ സ്ഥാപനത്തിൽ നടന്നത്? താങ്കൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ് പ്രിയ സുഹൃത്തെ? ഹലോ, ആ പിടിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളൊക്കെ ആരാണ്? ഈ കഴുത്തിലൊക്കെ ഇങ്ങനെ ബെൽറ്റ് ഇട്ട് പിടിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്നത് ആരൊക്കെയാണ്? എന്തോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാണ്? ഇതിന് ഹുബൈല് പറയും വാർത്ത മാനേജർമാരുണ്ടാവും. ഹുബൈലിന്റെ താഴെയുള്ള മാനേജർമാർ അവരായിരിക്കും ഇതൊക്കെ ചെയ്യിപ്പിക്കണത്. ഈ യെസ്, ആ ഒരു പേര് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ഹുബൈൽ KP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. വീഡിയോ ക്രിയേറ്റർ, ഓൺട്രപ്രണർ, CEO ഓഫ് കെൽട്രോ ഗ്രൂപ്പ്, 64,800 ഫോളോവേഴ്സ് ഉള്ള വ്യക്തി. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആൾ, ഇയാളിലേക്ക് നമുക്ക് വരാം. എന്താണ് ഈ വ്യക്തിയുടെ കണക്ഷൻ എന്നുള്ളതും ഈ സ്ക്രീനിൽ കാണുന്ന ആളെന്നുള്ളതും ഒരുവിധം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും. അതായത് കുറച്ച് ദിവസം മുന്നേ ഒരു പരിപാടി നടന്നു. നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യാസ് ഗോട്ട് ലേറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ ഒരു സിക്കുകാരൻ ഇരുന്നിട്ട് കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ സമയത്ത് ഇവനെ പൊങ്കാലിടാൻ ഇവിടുന്ന് വണ്ടിയും വിളിച്ച് പോയിട്ടുള്ള മഹത് വ്യക്തികൾ ഇവരെ തെറി പറയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇവിടുന്ന് ലീവ് എടുത്തിട്ട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് തെറി പറയാൻ വേണ്ടിയിട്ട് അവരോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ആ ചങ്ങാതി പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. കാരണം അങ്ങനത്തെ കാര്യങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ റിയാക്ട് ചെയ്തു 100% ലിറ്ററസി നേരെ തിരിച്ചാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അവൻ പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ അതാണ് നമ്മുടെ നാടിൻ്റെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ നാടിൻ്റെ 100% ലിറ്ററസി ഉള്ള നമ്മുടെ നാടിൻ്റെ അവസ്ഥ. കൊച്ചിയിലുള്ള ഒരു സ്ഥാപനം ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് അല്ലെങ്കിൽ എന്താണ് ജർമ്മൻ ബ്രിട്ടീഷോ ഫിസിക്കൽ ലബോറട്ടറിയോ എന്തൊക്കെയോ വലിയ പേരുകളൊക്കെ കൊടുത്തിട്ട് ഈ ഡെയിലി നമ്മൾ കണ്ടിട്ടില്ലേ നമ്മളെ വീടുകളിലൊക്കെ വലിയ വലിയ ബാഗൊക്കെ തൂക്കി വരുന്ന പാവം പിടിച്ച മക്കൾ അല്ലേ, പാവം പിടിച്ച മനുഷ്യന്മാർ വരുന്നുണ്ടല്ലോ, പ്രായം കുറഞ്ഞിട്ടില്ലേ. അത് അവർ വന്നിട്ട് പറയും ഞങ്ങൾ MBAയുടേതാണ്, കോഴ്സിൻ്റെ ഭാഗമാണ്, പ്രോജക്റ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും പല ആൾക്കാരും വന്നിട്ട് ഇപ്പോൾ കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഏരിയയിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അവരിങ്ങനെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകളും ക്ലീനിങ് പ്രോഡക്ട്സും മോസ്കിറ്റോ റിപ്പല്ലൻറ്റും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ സ്ഥിരമായിട്ട് ഇവരിത് കൊണ്ടുവരും. ഈ സാധനങ്ങളൊന്നും ഇതൊന്നും നമുക്ക് ഉപകാരമുള്ള സാധനമായിരിക്കില്ല. പക്ഷേ ഇവറ്റങ്ങളുടെ സംസാരവും കാര്യങ്ങളും കാണുന്ന സമയത്ത് നമുക്ക് അത്രയും വിഷമം തോന്നിപ്പോവും. കണ്ടാൽ തന്നെ അറിയാം അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കില്ല, അവർക്ക് പ്രോപ്പറായിട്ട് ശമ്പളം ഉണ്ടായിരിക്കില്ല, പ്രോപ്പർലി ഡ്രസ്ഡ് ആയിരിക്കില്ല. അത്രയും കഷ്ടമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ് ഈ വരുന്നത്, നമുക്ക് മനസ്സിലാവും. ഇവരെയൊക്കെ വളരെ മോശമായിട്ട് പണ്ട് തന്നെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്ന് ഈ ന്യൂസ് നിങ്ങൾ എത്ര പേര് കേട്ടു അതിനെക്കുറിച്ച് പെട്ടെന്ന് പറയാം. അപ്പോൾ അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇതുപോലുള്ള കമ്പനിക്കകത്ത് നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത കാരണം കൊണ്ട് ഈ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് മുട്ടുകുത്തിയിട്ട് പട്ടിയെ പോലെ നടത്തിക്കുക. എന്നിട്ടൊരു പ്ലേറ്റിൽ കോയിൻ ഇട്ട് കൊടുക്കും. ആ കോയിൻ നക്കി എടുക്കുക. അതുപോലെ കോയിൻസ് നിലത്തിട്ടിട്ട് നക്കി ആ അറ്റത്തേക്ക് കൊണ്ടുപോവുക. ചീഞ്ഞ പഴം നിലത്തിടുക, അതിൽ തുപ്പുക, വേറൊരുത്തും തുപ്പിയതിന് ശേഷം ആ പഴം നക്കുക. എന്തൊക്കെ പ്രാകൃതമായിട്ടുള്ള സംഭവങ്ങളാണ്, പീഡനങ്ങളാണ് നടക്കുന്നതെന്ന് അറിയോ. ഇതൊന്നും പോരാത്തതിന് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ നിർത്തിയിട്ട് രണ്ടാളെയും പാൻറ് ഊരിയിട്ടേ ഫുൾ നേക്കഡായിട്ട് നിർത്തിയിട്ട് പറയാൻ തന്നെ നമ്മളെ ഫാമിലീസൊക്കെ കാണുന്നല്ലേ, എന്നാലും നടക്കുന്ന സംഭവമാണ്. അതായത് പാൻറ് ഊരിയിട്ട് മറ്റവൻ്റെ പിടിപ്പിക്കുക, പരസ്പരം പിടിച്ച് നിൽക്കുക. ഇത് അവർ പറയുന്നത് വരെ ഇത് പിടിച്ച് നിന്നോളുക. എന്താ അവസ്ഥ? അഭിമാനം പണയം വെച്ച്, കാരണം അത്രയും ഗതിയില്ലാത്ത ആൾക്കാരാണ് ഇതിനൊക്കെ പോകുന്നത്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന പാവം പിടിച്ച ആൾക്കാരെ ഇതുപോലെ നമ്മുടെ കേരളം പോലെ ഇതുപോലെ വലിയ സംഭവം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന ദി സോ കോൾഡ് ആൾക്കാർ പറയുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ നടക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുക, നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ശരിക്കും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ന്യൂസിലേക്ക് നമുക്ക് പോവാം. ഇതിന് പുറമെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു പ്രൊഫൈലിലേക്ക് പോവാം. നിങ്ങൾ കാണണ്ടല്ലോ സ്ക്രീനിൽ, ഹുബൈൽ KP 231 പോസ്റ്റ്, 64,800 ഫോളോവേഴ്സ്, 2018 പേര് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇവൻ ഓൺട്രപ്രണർ, CEO ഓഫ് കെൽട്രോ ഗ്രൂപ്പ്. ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്. അവൻ്റെ ഫോട്ടോ അതാ കണ്ടോളൂ. ഇവനെയാണ് പിടിച്ചു കൊണ്ടുപോയത്. ഇവനാണ് ആ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള ഹുബൈൽ എന്ന് മനസ്സിലാവുന്നു. എളിഞ്ഞ് നിൽക്കണ്ട, ഈ കോളറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നും പച്ചപാവങ്ങളായിട്ടുള്ള മക്കളെ ചൂഷണം ചെയ്തിട്ടാണ് ഇവനൊക്കെ ഈ രീതിയിൽ വിലസുന്നുള്ളത്. ഇവൻ്റെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഞാൻ ഒരു സംഭവം കണ്ടു. ഇവൻ്റെ അച്ചീവ്മെൻ്റ് അത്രേ, ഇവൻ്റെ സ്റ്റോറിയാണ് ഇവൻ്റെ അച്ചീവ്മെൻറ്റ്.
ഇവൻ വണ്ടി വാങ്ങിച്ചത്. ഇതുപോലുള്ള അപ്പാവികളായിട്ടുള്ള പാവം പിടിച്ച കുട്ടികളെ മുതലാളിക്ക് ആരാ ഇതിൻ്റെ മുതലാളി അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വരാം. ഒരു പ്രശസ്ത കറി പൗഡറിൻ്റെ, കാരണം പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട് ആ കറി പൗഡർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ ചങ്ങാതിനെ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇവനാണ് ആ ഫസ്റ്റ് കൊണ്ടുപോയിട്ടുള്ള ആൾ. ഇനി നമുക്ക് ഇന്നത്തെ ന്യൂസിലേക്ക് കിടക്കാം. ന്യൂസ് നിങ്ങളെല്ലാവരും ഇന്ന് നടന്ന ന്യൂസ് കണ്ടോന്നറിയില്ല, കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് ഭാഗം കണ്ടതിന് ശേഷം നമുക്ക് പോകേണ്ടത് 6-7 വർഷം മുന്നേ തന്നെ യൂട്യൂബിൽ ഈ ഒരു കമ്പനിയെ കുറിച്ചുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടുവരില്ല അതും കൂടി നമുക്ക് നോക്കാം. ഇന്നത്തെ ന്യൂസ് ആദ്യം പ്ലേ ചെയ്യാം കേട്ടോ. ഈ കാലത്ത് കേരളത്തിൽ ഇങ്ങനെയൊരു തൊഴിൽ ചൂഷണം നടക്കുന്നുവെന്നറിഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാനായേക്കില്ല. GPL, HPL എന്നീ ചുരുക്കപ്പേരുകളിലുള്ള സ്ഥാപനം ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി, ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്നീ പേരുകളിലാണ് പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ പദവി വാഗ്ദാനം ചെയ്താണ് ക്രൂരമായ തൊഴിൽ പീഡനം നടത്തുന്നത്. കണ്ടോ, നിങ്ങൾ സ്ക്രീനിൽ കണ്ട പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അത്രയും മൃഗീയമായിട്ടാണ്. രാവിലെ 5 മണിക്ക് എണീക്കുക, 7 മണിക്ക് അവിടെ എത്തുക, സർക്കിളായിട്ട് നിൽക്കുക, എന്നിട്ട് തലേ ദിവസം ടാർഗറ്റ് അച്ചീവ് ചെയ്തവൻ അച്ചീവ് ചെയ്യാത്തവരെ എന്ത് വേണമെങ്കിലും തെറി പറയുക, അത് ബാക്കിയുള്ളവർ കേട്ടുകൊണ്ട് നിൽക്കുക എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട്. എന്നിട്ട് പുറത്തിറങ്ങുക, ഓരോ മണിക്കൂറിലും റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് സെയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഓരോ മണിക്കൂർ സെയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഭക്ഷണം പോലും കഴിക്കില്ല. ഇങ്ങനെ നടന്ന് ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോഴുള്ള ഒരു പൈസ പോലും ഇല്ല. ടെലിഫോൺ അവരത് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അവരെന്തോ ഒരു ചെറിയ തുക്കട ഫോൺ മാത്രം വാങ്ങിക്കൊടുക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന സമയത്ത് അവരോട് പറയണ മറുപടി ഇതാണ്: നിൻ്റെ കയ്യിൽ നീ അത് വിറ്റ് കിട്ടിയിട്ട് വല്ല കാശുണ്ടെങ്കിൽ അതെടുത്ത് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ പട്ടിണി കിടന്നോന്ന്. ഈ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. തെറി വിളിക്കും. അതുപോലെ തന്നെയാണ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റാത്ത അത്ര പണിഷ്മെന്റ് ആണ്. ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കി തറയിലിട്ട് നക്കി കഴിക്കാൻ പറയും. കോയിൻ നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ പട്ടിനെ പോലെ നക്കിക്കൊണ്ട് ആറ്റം വരെ വേണം. അതേപോലെ തന്നെ അവിടെ നിന്ന് നക്കിക്കൊണ്ട് ഈ ഏറ്റം വരെ വേണം. ഈ ചീഞ്ഞ പഴമില്ലേ, അത് 2 ദിവസം മുമ്പ് അവിടെ തിന്നിട്ട് വീശിയിൽ പോയേക്കണ പഴം വാങ്ങിക്കും. അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്ക്. ആ ചീഞ്ഞ പഴം എടുത്തെണ്ണം വന്നിട്ട് അതിന്റെ മേലെ തുപ്പിയിട്ടിട്ട് നക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ടാർഗറ്റ് ആവാത്ത കുട്ടികളെ രാത്രി സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി കൊണ്ട് മാത്രമല്ല അടിക്കുന്നത്, വടി കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിന്റെ ചാർജർ എടുത്തിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടിയൊക്കെ അടിക്കും. ഈ 2500 താഴെ 2000. ഇത് എന്താണത്? 3-ാം മുറയോ? കൊച്ചിയിലാണ്, നമ്മുടെ നാട്ടില്. പിടിച്ച ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? ആണുങ്ങളുടെ പാന്റോ അല്ലെങ്കിൽ ആനിക്കറോ എന്താ വെച്ചാൽ അഴിക്കുക, ഇന്നറിലായിരിക്കും നിൽക്കണത്. പരസ്പരം അങ്ങാട്ടും പിടിച്ചോണ്ടിരിക്കും. ആ മാനേജറിനെ കൊണ്ട് ഞങ്ങളെ മൊത്തം നല്ല ചീത്ത പറയിപ്പിക്കുക. ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം എറണാകുളത്തുള്ള എല്ലാ പോലീസും അവിടുത്തെ ഹുബൈൽ പറഞ്ഞ പുള്ളിയുടെ കീഴിലാണെന്ന് പറയും. യെസ്, എറണാകുളത്തുള്ള മിക്ക പോലീസുകാരും ഈ ഹുബൈൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കീഴിലാണെന്നാണ് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ക്ലിപ്പ് കാണിക്കാം. ഏകദേശം 5 വർഷം മുന്നേ, ഒരു മിനിറ്റ്, ഏകദേശം 7 വർഷം മുന്നേ, കേട്ടോളൂ. GPL ബ്രാക്കറ്റ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, സേവന GPL കമ്പനിയിലെ പീഡനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രജിത്ത് ചിത്തൂർ പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, കണ്ടോളൂ. അറിയണമല്ലോ ഈ സൗണ്ടിനകത്ത് വ്യക്തിനെ എന്ത് മോട്ടേഷൻ കൊടുക്കുന്നതാണ്? ഇത് രഹസ്യം അറിയണം അവിടെ. അല്ല സൗണ്ടിൽ പഠിക്കേ കളിച്ചോ രുചിന്റെ ഒക്കെ സൗണ്ട് പോയോ വായിന്നൊക്കെ വരട്ടെ. സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ റാഗിംഗ് എന്ന് പറയും. ഇത് എന്താ ഇതിന് പേരിട്ട് വിളിക്കേണ്ടത്? ഇതിനെന്ത് പേരാ? ഇത് കുറച്ച് വർഷം 7 വർഷം മുന്നേ കേട്ടോ, മനസ്സിലാക്കണം. യെസ്, ഇതാണ് അന്ന് വന്നിട്ടുള്ള ഒരു വീഡിയോ. ഇനി നമ്മളെ ഇന്നത്തെ ന്യൂസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ,
ഈ ഓരോരുത്തർക്ക് ഓരോ ടാർഗറ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 മാസം സീനിയറായിട്ട് ഒരു ട്രെയിനിക്ക് 2000 ടാർഗറ്റ്. ഇതാണ് അവൻ്റെ ജ്യൂസ്. പിന്നെ 2500 അത് അവൻ്റെ ജ്യൂസ്. 3000 3500 അങ്ങനെ പോകും. ഈ 2000 ജ്യൂസുള്ളവന് അവിടുന്ന് വോയിസ് ഉണ്ടാവും. എല്ലാവരുടെയും മുമ്പിൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ 2 മിനിറ്റ് സംസാരത്തിൽ അവൻ എന്തൊക്കെയാണ് ഫീൽഡിൽ പോയിട്ട് എങ്ങനെയാണ് ബിസിനസ് പഠിച്ചത് എന്നുള്ളത് ഒരു ചെറിയൊരു ലഘുലേഖനായിട്ട് പറയാം. പിന്നെ ഉള്ളത് ഇമ്പാക്റ്റ് എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ 2-3 ടീമായിട്ട് നിർത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് എതിർ ടീമിനെ എന്ത് വേണമെങ്കിലും ആ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എതിർ ടീമിൻ്റെ മനസ്സിനെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ 2 മിനിറ്റ് എതിർ ടീമുള്ള ചങ്ങായി മിണ്ടാണ്ട് നിന്ന് പന്തൊക്കെ വിളിച്ചാൽ പോലും മിണ്ടാണ്ട് നിന്ന് കേട്ടോണം. അവന് വോയിസ് പറയണമെങ്കിൽ ജ്യൂസ് അടിക്കണം. അവൻ്റെ ടാർഗറ്റ് അവൻ പിടിച്ചു കഴിഞ്ഞാൽ അവനക്ക് തിരിച്ച് വോയിസ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു കോമ്പറ്റീഷൻ എന്ന നിലയിലാണ് ചെയ്യുന്നത്. ഫീൽഡിൽ പോകുന്ന നമ്മൾ സ്വന്തം പേഴ്സണൽ ഫോണൊന്നും തരില്ല. ഓഫീസിൽ നിന്നാണെങ്കിലും ഒരു ചെറിയൊരു ഫോൺ പോലും നമുക്ക് തരുന്നില്ല. കാലത്ത് 5 മണിക്ക് എഴുന്നേൽക്കണം, 7 മണിക്കകം സർക്കിളിലെത്തണം. എന്താണ് ഈ സർക്കിൾ? റൗണ്ടിൽ എല്ലാവരും നിന്നിട്ട് ഇങ്ങനെ കൈമുട്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്ലാസ് എടുത്ത് അത് തലേ ദിവസത്തെ സെയിലിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത ആളാണ് സർക്കിൾ വിളിക്കുക. ആ സർക്കിൾ വിളിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ മാനേജേഴ്സിൻ്റെ ഒരു നീണ്ട ക്ലാസ് ആയിരിക്കും. ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനടുത്തുള്ള നീണ്ട ക്ലാസ് ആയിരിക്കും. ഇരിക്കാനൊന്നും പറ്റത്തില്ല. നിന്ന് ക്ലാസ് ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു 21 ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൈൻഡിൽ ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ 22ാമത്തെ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോൾ. അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. പക്ക അതായത് 21 ഡേ ചാലഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്ര പേര്? അത് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു നമുക്കതിനൊരു യൂസ്ഡു ആയിരിക്കും. അതേമാതിരി 90 ഡേയ്സ് ഉണ്ട്. 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാവും. ഒന്ന് റുട്ടീനായി മാറും, മറ്റേ 90 ഡേയ്സ് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മാറും. ഈ ഒരു സംഗതി മനുഷ്യന്മാരിൽ അപ്ലൈ ചെയ്തിട്ട് ഈ രീതിയിൽ പീഡിപ്പിച്ചിട്ട് കൊണ്ടു നടക്കുക. ട്രെയിനി എപ്പോഴും കൂടെ ഉണ്ടാവും. അവൻ എന്താണ് വീട്ടിൽ പറയുന്നത്, അവൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നോക്കേണ്ടത്, അവൻ ആരൊക്കെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ ട്രെയിനി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മാനേജർ നമ്മളെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, നമ്മൾ എവിടെ പോകുന്നത് ഒക്കെ നമ്മൾ അതിനുള്ളിൽ കയറി ഈ 7:45 നമ്മൾ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ നമ്മൾ ഇറങ്ങേണ്ടത് പിറ്റേ ദിവസം 9 മണിക്ക് രാവിലത്തെ സർക്കിളും ക്ലാസ്സും ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് എന്ന് പറയുന്നത്. ശേഷം ബാഗും തൂക്കി ഇറങ്ങുന്ന ആ കാഴ്ച നിങ്ങൾ കണ്ടിട്ടായിരിക്കും. ചിലപ്പോൾ 2 പേര് വരുന്നുണ്ടാവും. അവർ ബാഗൊക്കെ തൂക്കിയിട്ട് വീട്ടിൽ ഒരാൾ പയ്യങ്ങനെ സംസാരിക്കും, മറ്റവനൊരു ബുക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കും. എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഈ ബാക്കിൽ നിൽക്കുന്നവനാണ് ഇവനെ എങ്ങനെയാണ് ഈ വരുന്ന പാവം പിടിച്ചവൻ്റെ പെർഫോമൻസും കാര്യങ്ങളും അറിഞ്ഞിട്ട് ഇവനെ രാത്രി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധനം എടുത്തിട്ട് സെയിലിന് പോവാം. ഓരോ മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ മാനേജറിനെ കോൺടാക്ട് ചെയ്തവർക്ക് ഫൈൻ വേറെ വരുന്നുണ്ട്. ചില കുട്ടികളുണ്ടാവില്ല, ഇപ്പോൾ ഒന്നും വിൽക്കാതെ റെസ്റ്റ് എടുക്കുന്ന കുട്ടികളുണ്ടാവില്ല. യെസ്, ഇതിൻ്റെ കംപ്ലീറ്റ് ന്യൂസ് നെറ്റിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ന്യൂസ് ചാനൽസ് കംപ്ലീറ്റ് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് പഠിച്ചവനറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത് അതിൻ്റെ അങ്ങേപ്പുറം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും ആ ന്യൂസിൽ കാണിച്ചിട്ടുള്ള മാന്യ വ്യക്തി ഹുബൂസ് അല്ലേ, ഹുബൂസ് അവൻ്റെ അച്ചീവ്മെൻറ്റ് തന്നെയാണ് മുഴുവൻ ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഐഫോണും പരിപാടികളും. നല്ല രസമല്ലേ അല്ലേ? നല്ല രസമുണ്ടല്ലേ അവൻ്റെ റീലൊക്കെ കാണാൻ. ഇതുപോലെ പാവം പിടിച്ച ആൾക്കാരെ ഇങ്ങനെ ഇട്ട് മൃഗീയമായിട്ട് മാനം കെടുത്തി നാശാക്കിയിട്ടാണ് ഇവൻ ഇതുപോലുള്ള വണ്ടികളിലും ഇതിലൊക്കെ iPhone 16, 17, 18 പിടിച്ച് ഞെളിഞ്ഞ് നടക്കുന്നത്. ഇതിലേറെയൊക്കെ എത്രയോ അന്തസ്സുണ്ട് വേറെ പരിപാടിക്ക് പോകുന്നവർക്ക്, മറ്റേ പരിപാടികൾക്ക് പോകുന്നവർക്ക്. മനസ്സിലായോ? ഒരു മനുഷ്യനെ ഒരു പാവം പിടിച്ചവൻ്റെ വിയർപ്പിനെ അതിന് പോലും ഇത് മാത്രമല്ല വേറെ കേൾക്കുന്നുണ്ട്. പഴയ പോലീസുകാർ ഇരിക്കുന്ന പോലെ, പോലീസുകാർ പണ്ട് ഈ പോലീസ് മുറയിൽ പറയുന്ന പോലെ കസേര ഇല്ലാതെ കസേര പോലെ ഇരിക്കുന്നിട്ട് വായിൽ ഉപ്പിട്ട് കൊടുക്കുകയാണ്. വലിയ കയ്യിലുണ്ടല്ലോ, വലിയ തവിയിലുള്ള ഒരുപാട് വായ നിറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഉപ്പ് വായിലിട്ടിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എത്രത്തോളം ക്രൂരനാണ് മനുഷ്യൻ എന്ന് ആലോചിക്കുക. ഇവനെന്താ ഇതൊന്ന് കിട്ടുന്നത്? ഇതുപോലുള്ള ഈ ഹുബൈൽ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ അതുപോലെ എത്ര എണ്ണം ഉണ്ടാവും, നമ്മൾ പേരറിയാത്തത്. ഇപ്പോൾ ഹുബൈലിലാണ് പിടിച്ചോണ്ട് അതുകൊണ്ട് എൻ്റെ പേര് മാത്രം പറഞ്ഞത്. ഇതുപോലെ എത്ര എണ്ണങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ എന്ത് രസമാണ്, എന്ത് അനുഭൂതിയാണ് ഇവർക്ക് കിട്ടുന്നത് മനസ്സിലാവില്ല. എന്താണ് മനുഷ്യന്മാർ ഇതുപോലുള്ള സൈക്കോകളാവുന്നത്. ഇനി ഇതിൽ വേറെയും കാര്യങ്ങളുണ്ട്. ഇനി ഇതിൽ വല്ല ഡ്രഗ്സിൻ്റെ കണക്ഷൻ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇതിൽ വേറെ സംഭവം, ഇവനൊരു പെൺകുട്ടീനെ അവിടെ പണ്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു വന്നിട്ടുള്ളൊരു കേസിൽ ഉണ്ട് ഇത് പെട്ട ചങ്ങാതി. ഒന്നത്, പിന്നെ രണ്ടാമത് ഇനി ഡ്രഗ്സിൻ്റെ കണക്ഷൻ ഉണ്ടായിരിക്കാം. വേറെ എന്തൊക്കെ രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. എന്താണെങ്കിലും ഇതാണ് ഇന്നത്തെ 2025 നമ്മൾ ഏപ്രിൽ തുടങ്ങിയ ശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് വരുന്നത്. കുറച്ച് വലിയ ഗ്യാപ്പായി പോയി. നമ്മുടെ തിരക്കായ കാരണം, മാർച്ചല്ലേ, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട്
അതിൻ്റെ തിരക്കോടാണ് നമ്മൾ വീഡിയോസ് ഇല്ലാതിരുന്നത്. ഇനി ഇവിടെ അങ്ങോട്ട് ഇനിയും വിചാരിക്കുന്നുണ്ട് കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് വീഡിയോസ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഉദ്ദേശിച്ച് ഇതുപോലുള്ള കോണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാടാണ് സാർ അല്ലേ, 100% ലിറ്ററസി സാർ, കേരള സാർ. അത് ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പോയി തെറി വിളിക്കുക. അതാണ് ഏറ്റവും നമ്പർ 1. അതാണ് എല്ലാവരും ചെയ്യേണ്ടത് കേട്ടോ.